Watch full episodes on Jio Hotstar. ശിവ, ആ സ്നേക് മാൻ എന്നെ കൊണ്ട് 5 കോടി രൂപ മോഷ്ടിപ്പിച്ചിരിക്കുന്നു അറിയോ? അവൻ ഇപ്പൊ തന്നെ എന്നെ കൊണ്ട് സ്നേക് ഡാൻസ് കളിപ്പിച്ച് രക്ഷപ്പെട്ടു പോയതേ ഉള്ളൂ. പ്ലീസ് അവനെ പിടിക്കൂ. ലഡു സിംഗ് സർ, എനിക്ക് മനസ്സിലായി എന്താ കുഴപ്പമെന്ന്. ആ ചുമന്ന കാർ സ്നേക് മാനെ ഞാൻ പിടിച്ചോളാം. എനിക്ക് തോന്നണം ഇവൻ അതേ ചെക്കനാണെന്ന്. ആ ബോലനെ കൂട്ടുകാരെല്ലാം അവൻ തന്നെ ഇടിച്ചെന്ന് തോന്നണം. എടോ ഡ്രൈവറെ, പെട്ടെന്ന് വണ്ടി വിടറോ. അവൻ്റെ സൈക്കിൾ ഇന്ന് തകർത്ത് തരിപ്പണമാക്കിയാലേ സമാധാനമാകും. നിനക്കെന്താ വേണ്ടത് കുട്ടി? റേസിംഗിന് ഇത്ര വലിയ താല്പര്യമുണ്ടെങ്കിൽ കുട്ടികളെ പോലെ വീഡിയോ ഗെയിമിൽ റേസിംഗ് കളിക്കുക. കുട്ടിയെന്ന് പിടിക്കരുത് അങ്കിൾ. ശിവ, ശിവ എന്നാണ് എന്റെ പേര്. ഇനി നിന്നെ ഞാൻ വെറുതെ വിടൂല കുട്ടി, വെറുതെ വിടൂല കുട്ടി. നിനക്ക് എങ്ങനെ ധൈര്യം വന്നു എന്റെ ബാഗ് തൊടാൻ? ഇപ്പോൾ ലവനുമായിട്ട് ഫൈറ്റ് ചെയ്ത ഞാൻ നാണക്കെടും കേട്ടാ. ഇവിടുന്ന് ഓടുന്നത് തന്നെയാണ് കേട്ടാ ബുദ്ധി. ചിലപ്പോ ബാക്കപ്പ് ഫോഴ്സ് മറ്റോ വരുവാണെങ്കിലോ. ഞാൻ ഡാൻസ് ചെയ്യുന്നത് കണ്ടോ? ഞാൻ ഡാൻസ് ചെയ്യുന്നുണ്ടെന്നേ. എന്റെ ഡാൻസ് നിങ്ങൾ കണ്ടില്ലേ? വേടാറാം, നീ ഊതിക്കൊണ്ട് തന്നെ ഇരിക്കേ. ഒന്ന് പോടോ. ലഡു സിംഗ് സാറേ, ഇതാണ് ബാങ്കിൽ നിന്ന് മോഷ്ടിച്ച പണം. താങ്ക് യു ശിവ. നീ എന്റെ അഭിമാനവും ജോലിയും രണ്ടും രക്ഷപ്പെടുത്തി കളഞ്ഞു. താങ്ക് യു. ഞാൻ ഡാൻസ് നിർത്തിയാലേ, ഞാൻ ഡാൻസ് കളിക്കുന്നത് നിർത്തിയാൽ അവന്റെ കൂട്ടുകാര് വന്നെന്നെ കൊത്തും. പേടാറാം, നീ ഊതിക്കൊണ്ട് തന്നെ ഇരുന്നോ. കൂട്ടുകാര് കൊത്തുന്ന അതിന് അയാളുടെ കൂടെ കൂട്ടുകാര് പാമ്പുകളൊന്നും കണ്ടില്ലല്ലോ ഞാൻ. അതെ അതെ അതെ,
അവര് പാമ്പ് തന്നെയാ. എടോ പേടാറാം, താൻ എന്തിനാണോ ഊതുന്നത് നിർത്തുന്നത്? നിനക്കറിയാലോ അവരുടെ കണ്ണുകൾ എന്റെ മേത്ത് തന്നെയാണെന്ന്. ലഡു സിംഗ് സർ, അയ്യേ ഇതെന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? അയാളുമായി ഞാൻ ഇപ്പോഴല്ലേ ഫൈറ്റ് ചെയ്തത്. അങ്ങനെ വ്യത്യസ്തമായിട്ട് ഞാനൊന്നും കണ്ടില്ലല്ലോ. അയാള് തൊപ്പിയും ഗ്ലൗസുമാണ് ഇട്ടിരുന്നത്. അല്ലല്ലല്ലല്ല ശിവ, ആ ഗ്ലൗസിനകത്തും അയാളുടെ തൊപ്പിടകത്തും വിഷമുള്ള പാമ്പുകളാണ് ഉള്ളത്. അവൻ സാധാരണ മനുഷ്യനല്ല, സ്നേക് മാൻ ആണ്, സ്നേക് മാൻ. അവന്റെ ഒറ്റ സുഹൃത്തുക്കളാണ് പാമ്പ്. ലഡു സിംഗ് സാർ, ദിസ് ഈസ് ടു മച്ച്. ശിവ പറയുന്നത് കേൾക്കാതെ നിങ്ങൾ വേറെ വല്ലതൊക്കെ പറയുന്നേ. നമുക്ക് പോലീസ് സ്റ്റേഷനിൽ ചെന്ന് CCTV റെക്കോർഡിംഗ് ശരിക്കൊന്ന് പരിശോധിച്ച കാര്യങ്ങൾ മനസ്സിലാകും. നീ തുടങ്ങിക്കോ പേടാറാം. ലഡു സിംഗ് സർ, ഈ ഫുട്ടേജിൽ നിങ്ങൾ മാത്രമാണോ ഉള്ളത്? സാറേ, എനിക്ക് തോന്നുന്നു ക്യാമറയുടെ ഡയറക്ഷൻ സാറിന്റെ മീതെ ഫോക്കസ് ചെയ്തെന്ന്. പേടാറാം, താൻ എന്തിനാണോ ഊതുന്നത് നിർത്തുന്നേ? താൻ ഊതിക്കൊണ്ട് തന്നെ ഇരിക്കണോ? ഒരു മിനിറ്റ് പെടാറാം സാർ. ലഡു സിംഗ് സാർ, നിങ്ങളുടെ കണ്ണൊന്ന് ഫോക്കസ് ചെയ്യാൻ പറ്റുമോ? ഓ അല്ല, നിങ്ങളുടെ കണ്ണല്ല, ക്യാമറ റെക്കോർഡ് ചെയ്തത് ഈ ആയാണ് സൂം ചെയ്യാൻ പറഞ്ഞേ. ശിവ, ലഡു സിംഗ് സാർ പറഞ്ഞ ശരിയാ. ഈ സൂമിലൊന്ന് ശരിക്കും ശ്രദ്ധിക്കേ. അയാളുടെ തല മുഴുവനും നിറയെ പാമ്പുകളാ ഉള്ളത്. നോക്ക്. ഇത് ഏലിയനാണ്, അല്ലാതെ മനുഷ്യർക്കൊന്നും ഇങ്ങനെ കുറെ പാമ്പുകൾ ഉണ്ടാവില്ല. എന്താ ഏലിയെന്നൊക്കെ പറയുന്നേ? യോ കറക്റ്റ് രവ. ഈ മനുഷ്യന് എന്തോ വ്യത്യാസമുണ്ട്. ഈ സ്നേക് മാന്റെ രഹസ്യം എന്താണെന്ന് പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കണം. ലഡു സിംഗ് സാർ, ഈ ഡാൻസ് ഒന്ന് നിർത്താൻ നോക്ക്, ആക്ഷൻ എടുക്കാൻ നോക്ക്. പക്ഷെ ശിവ, അവന്റെ കണ്ണുകൾ എന്റെ മീതെ തന്നെയാണ് ഉണ്ടാവുക. ശരി, എന്നാ വിട്ടേക്ക് ശിവ. നീ എന്റെ കൂടെ ഉള്ളപ്പോ എനിക്ക് നല്ല ധൈര്യം ഉണ്ടാവും, ഒട്ടും പേടി ഉണ്ടാവില്ല. നീ വേഗം ചെന്ന് അന്വേഷിക്ക്, അല്ലെങ്കിൽ വീണ്ടും അവൻ അങ്ങോട്ട് വന്നാലോ? അവനെ ഞാൻ എന്താ ചെയ്യാ? അവൻ രക്ഷപ്പെടാൻ പാടില്ല. അവനെ ഞാൻ കൊത്തിയേ പറ്റൂ. അവനെ ഞാൻ തീർത്തേ പറ്റൂ. എന്തിനാണ് ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്? ദേഷ്യമോ? ദേഷ്യമല്ല ചിറ്റപ്പോയി, എന്റെ രക്തമാണ് തിളയ്ക്കുന്നത്. ഒരു കൊച്ചുകുട്ടിയുടെ കയ്യിൽ നിന്ന് അടി വാങ്ങിച്ചിട്ട് ഇപ്പൊ വരിക. അവനാണ് എന്റെ കയ്യിൽ നിന്ന് പണത്തിന്റെ ബാഗും ഡീസന്റ് ആയിട്ട് തട്ടിയെടുത്ത്. ഒരു കുട്ടി നിന്നെ അടിച്ചോ? അല്ല, നിന്റെ പാമ്പിനെ കാണിച്ചില്ലേ? അവൻ പേടിച്ചോടിയാനല്ലോ. അവൻ പേടിക്കണ ടൈപ്പ് അല്ല. അവൻ പേടിയെ പേടിപ്പിക്കുന്ന ടൈപ്പ് ചെറുക്കന. ചിരി നിർത്തട വിഡ്ഢികളെ. നിന്നെ ചിരിക്കാനല്ല, പക്ഷെ എന്റെ എതിരാളികളെ ഭയപ്പെടുത്താനാണ് നിന്നെ വച്ചിരിക്കുന്നത്. സയന്റിസ്റ്റ്, നീ എന്തുമാതിരി സാധനങ്ങളാടോ എന്റെ കയ്യിലും തലയിലൊക്കെ ഫിറ്റ് ചെയ്തിരിക്കണേ? ഇവരെ കണ്ടിട്ട് ആരാടോ പേടിക്കണേ? സമാധാനിക്ക്. ഞാനിത് മനഃപൂർവ്വം ചെയ്തതല്ലാന്ന് നിനക്കറിയാലോ. ഞാൻ പാമ്പുകളെ പരീക്ഷിക്കുകയായിരുന്നു. പരീക്ഷണങ്ങൾ തോറ്റുപോയി. അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ രണ്ടുപേരും അനുഭവിക്കുന്നു. ഞാൻ ആന്റിഡോട്ട് റെഡിയാക്കുകയാണ്. നമ്മൾ പെട്ടെന്ന് തന്നെ ശരിയാകും. ഇത് ശരിയാകണ്ട, മനസ്സിലായോ? ഈ ഫെയിൽഡ് എക്സ്പെരിമെന്റിന്റെ ശരിക്കും മുതലെടുക്കണം എനിക്ക്. അങ്ങനെ എനിക്ക് കോടികൾ തട്ടിയെടുക്കണം. അത് കഴിഞ്ഞ് ഞാൻ ശരിയായ കാര്യം ചിന്തിക്കൂ. ആദ്യം നിങ്ങൾ നിങ്ങളുടെ കാര്യം ശരിയാക്കി ചിറ്റൂസ്, അത് കഴിഞ്ഞിട്ട് എന്റെ കാര്യം ചിന്തിക്കൂ. ശരി, എന്നാ പിന്നെ അങ്ങനെ തന്നെ ആകട്ടെ. പക്ഷേ ഒരു കാര്യം ഓർത്താൽ നല്ലത്, നീ ചെയ്യുന്നത് മുഴുവനും തെറ്റായ കാര്യങ്ങളാണ്. അതിനുള്ള ശിക്ഷ അനുഭവിക്കുകയും ചെയ്യും. മനസ്സിലായോ? സൽഫീലയുടെ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലാവൂല ചിറ്റൂസ്. ആദ്യം ഞാൻ ആ ചെക്കനെ ശരിയാക്കും. എന്നിട്ട് മാത്രമേ ഞാൻ എന്റെ മനസ്സിന്റെ ആഗ്രഹങ്ങൾ ഞാൻ പൂർത്തിയാക്കൂ. ശിവ, ഞാൻ വരികയാണ് കേട്ടാ. Watch India's largest kids library only on Jio Hotstar. Download the app now.